തൃശൂരിൽ വൻ ATM കവർച്ച. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം കൊള്ളയടിച്ചു. പണം കവർന്നത് മാപ്രാണം, ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിൽ നിന്ന്. മുഖംമൂടി ധരിച്ചെത്തിയ 4 അംഗ സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തി. സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയ PV അൻവറിനെ പ്രതിരോധിക്കാൻ CPM. പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച MV ഗോവിന്ദൻ. ഉച്ചയ്ക്ക് 2:30 മാധ്യമങ്ങളെ കാണും. അൻവറിന് മുന്നറിയിപ്പുമായി വീടിന് സമീപം CPM-ന്റെ ഫ്ലക്സ് ബോർഡ്. ADGP-ക്കെതിരെ 3-ാം ദിവസവും വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. റവന്യൂ മന്ത്രിക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത വിധം പൂരത്തിന്റെ അന്ന് വഴിമുടക്കിയെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്താൻ അവസരമുണ്ടാക്കി. ഗൂഢാലോചനയുടെ തിരശ്ശീല നീക്കുന്ന അന്വേഷണം അനിവാര്യമാണെന്നും ജനയുഗം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ DNA ഫലം കാത്തു കുടുംബം. മൃതദേഹം വിട്ടുനൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാവാതെ പോലീസ്. പത്രങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. ജാമ്യഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിച്ചേക്കും. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിൽ ദുരിതമനുഭവിച്ച യുവതി. പ്രസവത്തിനിടെ നൽകിയ കുത്തിവയ്പ്പിനെ തുടർന്ന് ശരീരം തളരുന്ന അവസ്ഥയെന്ന് 27-കാരി. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും പരിചരിക്കാനാവുന്നില്ല. വേദന എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല എങ്ങനത്തെ വേദന ഞാൻ അവിടെ അനുഭവിച്ചത്. ക്ഷമ ഡോക്ടർ, അപർണ ഡോക്ടറിനും ഒരുപാട് ചീത്ത പറയലുണ്ട്. നിന്നെ തോന്നിച്ചാണ്, നിനക്കൊരു കുഴപ്പമില്ല. അമ്മനെ പുറത്താക്കിയിട്ട് ഉള്ളിൽ എന്നെ കയറ്റുക. PV ചെയ്യുമ്പോൾ ഞാൻ എന്തോ ദേഷ്യം പിടിച്ച പോലെ PV ഒക്കെ ചെയ്യാം. ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ.